പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെച്ചത്. ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാർ. ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് യാത്രക്കാർ. കോടാലി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് പൂർണ്ണമായി നിലംപൊത്തി. ഒഴിവായത് വൻ ദുരന്തം. അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു. 3 വർഷം മുൻപ് പുതുക്കി നിർമ്മിച്ച ശില്പത്തിന് കേശവന്റെ രൂപസാദൃശ്യം ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പുനർനിർമ്മാണം. കുത്താമ്പുള്ളി എരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിൽ. അധികാരികളുടെ അവഗണനയിൽ പാരമ്പര്യ വ്യവസായമായ നെയ്ത്ത് തകർച്ചയുടെ വക്കിൽ. നെയ്ത്തുകാരുടെ ജീവിതം ദുരിതത്തിൽ. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് കത്തി നശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണം. വീട്ടിലെ സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെ പുലി ആക്രമിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. ഹൈക്കോടതി ഉത്തരവിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചു. 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെച്ചു. ടോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ മാറ്റിവെച്ച് ഫാസ്ടാഗ് സംവിധാനം ഓഫ് ചെയ്ത് വാഹനങ്ങൾ കടത്തിവിട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അടിപ്പാത നിർമ്മാണവും മൂലം യാത്രക്കാർ ദുരിതമനുഭവിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, യൂത്ത് കോൺഗ്രസ് നേതാവ് OJ ജനീഷ് എന്നിവരുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും. ഇതിനുള്ളിൽ അടിപ്പാതകളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തും. അടിപ്പാതകളുടെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ മാസങ്ങളായി ദേശീയപാതയിൽ തുടരുന്ന ഗതാഗതക്കുരുക്കിനും യാത്രാദുരിതത്തിനും ആശ്വാസമായിരിക്കുകയാണ് ഹൈക്കോടതി ഉത്തരവ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിക്കപ്പെടാതെ വന്നതോടെയാണ് ടോൾ പിരിവ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. ടോൾ പിരിവ് നിർത്തിവെച്ചതിലൂടെ ആയിരക്കണക്കിന് യാത്രക്കാർക്കാണ് ഗുണകരമായത്. ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്ത് ഹർജിക്കാരും കോൺഗ്രസ് AIYF പ്രവർത്തകരും ടോൾ പ്ലാസയിലെത്തി വാഹനയാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു. TCV ന്യൂസ്, പുതുക്കാട്. പാലിയേക്കരയിലെ ടോൾ കൊള്ളയ്ക്കാണ് താൽക്കാലിക വിരാമമായിരിക്കുന്നത്. കരാർ പ്രകാരമുള്ള നിബന്ധനകൾ പൂർത്തിയാക്കാതെയുള്ള ടോൾ പിരിവിനെതിരെ ജനരോഷം അത്രയേറെ ശക്തമായിരുന്നു. ഒടുവിൽ ടോൾ കൊള്ളയ്ക്ക് സമാപനം. ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചു. അതെ, ജനങ്ങൾ ആഗ്രഹിച്ചത് സംഭവിച്ചിരിക്കുന്നു. സമീപ നാളുകളിലൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയേറെ ദുരിതം വിതയ്ക്കുന്ന ഒരു പാത സംസ്ഥാനത്ത്. ഈ പാലിയേക്കര മുതൽ ചാലക്കുടി അങ്കമാലി വരെയുള്ള പാതയിലൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ സാധിക്കും. വിമാനത്താവളങ്ങളിൽ സമയത്തിനെത്താൻ സാധിക്കാത്തവർ, ആംബുലൻസുകളിൽ ആശുപത്രികളിലേക്ക് പോകുമ്പോൾ ആശുപത്രികൾ എത്താൻ സാധിക്കാത്തവർ, എത്രയോ ജീവനുകൾ പൊലിഞ്ഞു, എത്രയേറെ അപകടങ്ങൾ ഉണ്ടായി. എന്നിട്ടും ടോൾ പ്ലാസ കമ്പനിയുടെ കണ്ണു തുറന്നില്ല. ഒരിക്കൽ കളക്ടർ ഇടപെട്ടു, ടോൾ പിരിവ് നിർത്തിവെച്ചു. പക്ഷേ 24 മണിക്കൂറിനകം ആ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ച ധാർഷ്ട്യമായിരുന്നു ടോൾ പിരിവ് കമ്പനിക്ക്. ഹൈക്കോടതി ആവശ്യപ്പെട്ടു ദേശീയപാത അതോറിറ്റിയോട് എത്ര സമയത്തിനകം നന്നാക്കി നൽകാനാകും, ഇവിടെ ഗതാഗതം മതിയായ രീതിയിൽ ശരിയായ രീതിയിൽ പുനഃസ്ഥാപിക്കാനാകുമെന്നുള്ളത്. 1 ആഴ്ച സമയം ചോദിച്ചു, 2 ആഴ്ച ചോദിച്ചു, 3 ആഴ്ച ചോദിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3 മാസം സമയമാണ് ചോദിച്ചത്. എന്നാൽ ശരിയായ രീതിയിലുള്ള ഒരു നടപ്പാതയോ ഒരു സിഗ്നലോ ഒരു വഴിവിളക്കുകളോ ഒന്നുമില്ല. ജനങ്ങളെ കൊല്ലാനായി എത്രയേറെ ജീവനുകൾ പൊലിഞ്ഞ ഈ നടപ്പാതയിൽ, എത്രയേറെ ചോര പൊടിഞ്ഞ എത്രയോ ജീവനുകൾ പൊലിഞ്ഞ ഈ പാലിയേക്കര ടോൾ പ്ലാസയിൽ പിന്നീടും ദേശീയപാത അതോറിറ്റിയുടെയോ ഈ ടോൾ പ്ലാസ കമ്പനിയുടെയോ കണ്ണ് തുറക്കുകയുണ്ടായില്ല. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ഇനി വേണ്ടത് ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഈ പാത സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ്. ആളുകൾ ആവേശത്തോടുകൂടി വാഹനങ്ങളിൽ നിന്ന് കൈ ഉയർത്തി ആരവം മുടക്കിയാണ് പോകുന്നത്. അതെ, ഒടുവിൽ അവരുടെ ആഗ്രഹം വിജയിച്ചിരിക്കുന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും ഈ ടോൾ പിരിവ് ആരംഭിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 13 വർഷം പിന്നിട്ടു. എത്രയോ കോടിക്കണക്കിന് രൂപ പിരിച്ചു. എന്നിട്ടും ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ ഒരു അടിപ്പാതയോ ഒരു സർവീസ് റോഡോ മേൽപ്പാതയോ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാതെ ആളുകളെ കൊന്നൊടുക്കിയ, കൊള്ളയടിച്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ടോൾ പ്ലാസയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. ജനങ്ങൾ ആഗ്രഹിച്ചു തന്നെയായി. ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോറിനോടൊപ്പം മുകേഷ് ലാൽ. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ച നിർത്തിവെച്ചത് കൂട്ടായ വിജയമാണെന്നും ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഹർജിക്കാരൻ കൂടിയായ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ആഴ്ച ടോൾ നിർത്തിവെച്ചതിന്റെ പണം പിന്നീട് ഈടാക്കാനുള്ള നീക്കമുണ്ടായാൽ എതിർക്കുമെന്നും ടാജറ്റ് പറഞ്ഞു.
പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ടോൾ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെ നിരന്തരമായ സമരങ്ങളും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളിലും. അപ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ 10 വർഷക്കാലമായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ശരിവെക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നരകയാതന മുഴുവൻ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും കാലം ടോൾ കൊടുക്കേണ്ടി വന്നു. ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവാണെങ്കിലും അത് പുറത്തു വന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് കരാർ കമ്പനി പണി പൂർത്തീകരിക്കാതെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറല്ല. താൽക്കാലികമായി ടോളുകൾ സസ്പെൻഡ് ചെയ്യുന്ന കാലാവധി കരാർ പ്രകാരം നീട്ടിക്കൊടുക്കാനുള്ള വ്യവസ്ഥ കരാറിൽ ഉണ്ട്. അതനുസരിച്ച് ഇപ്പോൾ കോവിഡ് സമയത്തും നമ്മുടെ പ്രളയ സമയത്തും മറ്റ് പല സമയങ്ങളിലും സസ്പെൻഡ് ചെയ്ത ആ കാലാവധി അവർക്ക് ഇവിടെ നീട്ടിക്കൊടുക്കും. സത്യത്തിൽ അത് അവർക്ക് ബമ്പറാണ്. ഇപ്പോൾ 95 രൂപ എന്നുള്ളത് 28 ആകുമ്പോൾ ചിലപ്പോൾ 125 രൂപയാണ്. അത്രയും കാശ് അവർക്ക് നീണ്ടു കിട്ടുക. അതിന് സമാനമായ രീതിയിൽ ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്ന ഈ 4 ആഴ്ച ഒരു കാരണവശാലും നീട്ടിക്കിട്ടാൻ അവർക്ക് അർഹതയില്ല. അത് ചെയ്യരുതെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി ഭാരവാഹികൾ സ്വാഗതം ചെയ്തു. സമിതി ഭാരവാഹികളായ TG അജോ, ജോയ് നെല്ലിശ്ശേരി എന്നിവർ ഈ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ഗതാഗത തടസ്സവും റോഡിന്റെ ശോചനീയാവസ്ഥയും സൂചിപ്പിച്ചാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തണമെന്ന് ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെട്ടു. നിരവധി വർഷങ്ങളായിട്ട് ടോള് പാലിയേക്കരയിൽ പിരിക്കുന്നതിനെതിരെ ഏകലവ്യ കലാകായിക സമിതി എന്നേക്കുമായി ടോൾ നിർത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യത്തിന് കോടതി 4 ആഴ്ചത്തേക്കാണ് ഇപ്പോൾ ടോള് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർ മുതൽ അങ്കമാലി വരെയുള്ള ഗതാഗതക്കുരുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കുരുക്കാണ്. അതായത് ജോലിക്കാർക്കും ഇപ്പം ഞങ്ങളുടെ ആംബുലൻസ് വരെ പല ഗതാഗതക്കുരുക്കിൽ പെട്ടിട്ട് നിരവധി രോഗികളെ ഞങ്ങളെന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ അങ്കമാലിയിലും പൊങ്ങത്തും പേരാമ്പ്രയിലും ആമ്പല്ലൂരും നിരവധി സ്ഥലങ്ങളിലാണ് ഈ ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നത്. അതേമാതിരി ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ജോലിക്കാർക്കും കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടോള് എന്നേക്കുമായി നിർത്തിവെക്കണമെന്നാണ് ഏകലവ്യ കലാകായിക സമിതിയുടെ ആവശ്യം. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. വരന്തരപ്പള്ളി സ്വദേശി രേവതാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ ബിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ചഞ്ചൽ, വിഷ്ണു എന്നിവർ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതി അക്രമാസക്തനായത്. പിന്നീട് പുതുക്കാട് പോലീസിനെ വിളിച്ചു വരുത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന ആവശ്യമുന്നയിച്ച് AIYF പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്നു നൽകി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. ടോൾ പ്ലാസയിൽ 14 വർഷം തുടർച്ചയായി സമരം ചെയ്യുന്ന സംഘടനയാണ് AIYF എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, ജില്ലാ കമ്മിറ്റി അംഗം KS മിഥുൻ, മോഹൻദാസ്, KM അഭിജിത്ത്, സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി GLP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് പൂർണ്ണമായും നിലംപൊത്തിയത്. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടിവീണിട്ടുണ്ട്. രാത്രിയിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. സംയോജിതമായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്നതാണ് സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്ന് ആരോപണമുണ്ട്. 2015 പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023-ലാണ്. കോസ്ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഓഡിറ്റോറിയത്തിന്റെ GI ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് അന്നത്തെ PTA-യും വിദ്യാലയ സൗഹാർദ്ദ സമിതിയും അധികൃതരെ വിവരമറിയിക്കുകയും കോസ്റ്റ്ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത്.
TCV ന്യൂസ്, കൊടകര. കോടാലി സർക്കാർ LP സ്കൂൾ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണ സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപഡയറക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കുമാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. ഓഡിറ്റോറിയത്തിലെ സീലിംഗ് തകർന്നു വീണ കോടാലി GLP സ്കൂൾ KK രാമചന്ദ്രൻ MLA സന്ദർശിച്ചു. ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ നേതാക്കളും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചതായും MLA പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ കാര്യം അറിയണതും ഉണ്ടാവണതും അല്ല. മറ്റു പരിപാടികളൊന്നും നടക്കാത്ത ഒരു ദിവസമായതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ കെട്ടിടത്തിന് വേറെ നിർമ്മാണത്തിലൊന്നും ഒരു അപാകതകളായിട്ട് ഇപ്പോൾ നമ്മളാരും ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ. സീലിങ്ങിലും ആരും കണ്ടിരുന്നില്ല. വളരെ പെട്ടെന്നാണ് ഈ സീലിങ്ങിൻ്റെ വെയിറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിലിങ്ങനെ സീലിംഗ് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. അടിയന്തരമായി അന്വേഷണം നടത്തി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കണം. വളരെ പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണത്തിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം പരിഹരിച്ച് കുട്ടികൾക്ക് ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഓഡിറ്റോറിയം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടാലി സർക്കാർ GLP സ്കൂളിന്റെ സീലിംഗ് തകർന്നു വീണതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സ്ഥലം MLA KK രാമചന്ദ്രന് കഴിയില്ലെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. MLA ഫണ്ട് ഉപയോഗിച്ച് 2 കൊല്ലം മുൻപ് പണിത സീലിംഗ് അടർന്നു വീണുണ്ടായ സംഭവം ഒറ്റപ്പെട്ട സംഭവമാക്കി തീർക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നും ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിലെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികൾക്കായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ആവശ്യപ്പെട്ടു. 54 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഓഡിറ്റോറിയത്തിന്റെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും DCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു. 3 വർഷം മുൻപ് പുതുക്കി നിർമ്മിച്ച ശില്പത്തിന് കേശവന്റെ രൂപസാദൃശ്യം ഇല്ലെന്ന പരാതിയെ തുടർന്നാണ് പുനർനിർമ്മാണം നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ ഭക്തിയോടൊപ്പം കൗതുകവും ഉണർത്തുന്നതാണ് ശ്രീവത്സം അഗതി മന്ദിരത്തിലെ കേശവ പ്രതിമ. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2 ചരിഞ്ഞത്. 4 പതിറ്റാണ്ടോളം ഗുരുവായൂരപ്പന്റെ തിടമ്പേറ്റിയ കേശവൻ ചരിഞ്ഞ സ്ഥലത്ത് ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ 1982 ആനയുടെ അതേ വലിപ്പത്തിൽ പ്രതിമ നിർമ്മിച്ചു. ഈ ശില്പത്തിന് കാലപ്പഴക്കമായി എന്ന് പറഞ്ഞാണ് 2022 പുതുക്കി നിർമ്മിച്ചത്. രായിരനെല്ലൂർ മലയിൽ നാറാണത്ത് ഭ്രാന്തന്റെ ശില്പമടക്കം നിർമ്മിച്ച സുരേന്ദ്രകൃഷ്ണനായിരുന്നു ശില്പി. പ്രതിമയുടെ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ തന്നെ രൂപസാദൃശ്യമില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ നേരത്തെയുണ്ടായിരുന്ന ശില്പത്തിന് കേശവന്റെ യഥാർത്ഥ രൂപമായിരുന്നില്ല എന്നായിരുന്നു വിശദീകരണം. ഇതിൽ തൃപ്തിയില്ലാത്ത ആരാധകരുടെ ആവശ്യം പരിഗണിച്ച് വീണ്ടും രൂപമാറ്റം വരുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. നവംബർ 30 നടക്കുന്ന ഗജരാജൻ അനുസ്മരണത്തിന് മുൻപ് ശില്പത്തിൽ രൂപമാറ്റം വരുത്തും. പ്രതിമ പൂർണ്ണമായും പൊളിക്കാതെ നേരത്തെ രൂപമാറ്റം വരുത്തിയ രീതിയാണ് ഇത്തവണയും സ്വീകരിക്കുന്നത്. ഏകാദശിയുടെ തലേ ദിവസമായ ദശമിക്ക് കേശവന്റെ ശില്പത്തിൽ ആനത്താവളത്തിലെ പിന്മുറക്കാർ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് ഏറെ പ്രസിദ്ധമായ ചടങ്ങാണ്. ശ്രീവത്സം വളപ്പിൽ തന്നെയുള്ള ഗുരുവായൂർ പത്മനാഭന്റെ ശില്പം നിർമ്മിച്ച എളവള്ളി നന്ദനാണ് കേശവനെയും ആരാധകരുടെ മനസ്സിലെ കേശവനാക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. ദേശീയ കൈത്തറി ദിനം അടുക്കുമ്പോൾ പ്രശസ്തമായ കുത്താമ്പുള്ളി എരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിലാണ്. അധികാരികളുടെ അവഗണനയിൽ ഈ പാരമ്പര്യ വ്യവസായം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു. നെയ്ത്തുകാരുടെ ജീവിതം പട്ടിണിയിലും ദുരിതത്തിലുമാണ്. TCV വാർത്താസംഘം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കൈത്തറിക്ക് പെരുമകേട്ട തിരുവില്വാമല കുത്താമ്പുള്ളി ഗ്രാമം ഇന്ന് ദുരിതക്കയത്തിലാണ്. ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുമ്പോൾ ഇവിടെ നെയ്ത്തുകാരുടെ ജീവിതം ഊടുപാവും ഇഴചേരാതെ വേർപെട്ടു നിൽക്കുന്നു. 70 വർഷത്തിലേറെയായി ഈ ഗ്രാമത്തിന്റെ ജീവനാഡിയായ 3 കൈത്തറി സംഘങ്ങൾ അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ തകർച്ചയുടെ വക്കിലാണ്. ഒരു ജനതയുടെ ജീവിതവും പാരമ്പര്യവും കൂടിയാണ് ഇവിടെ മരണശൈലിയിലാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹാൻടെക്സ് അടക്കം ഈ സംഘങ്ങൾക്ക് കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത്. 10 ലക്ഷം രൂപയുടെ തുണിയെടുത്താൽ വെറും 2 ലക്ഷം മാത്രം നൽകി ഹാൻടെക്സ് നടത്തിയ കൊള്ള ഈ സൊസൈറ്റികളുടെ നട്ടെല്ലൊടിച്ചു.
കൂടാതെ എല്ലാ ആഘോഷവേളകളിലും സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന 20% റീബേറ്റ് ഇനത്തിലും കോടിക്കണക്കിന് രൂപ വ്യവസായ വകുപ്പ് നൽകാനുണ്ട്. സർക്കാർ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കടലാസുകളിൽ ഒതുങ്ങിയപ്പോൾ ഇവിടെ നെയ്ത്തുകാർ പട്ടിണിയിലായി. കൈത്തറി സംഘങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞ 3 വർഷത്തോളമായി ശമ്പളമില്ലാതെയാണ് ജീവിതം തള്ളി നീക്കുന്നത്. ശമ്പളം മുടങ്ങിയതോടെ പലരും കടക്കിണിയിലായി. തൊഴിലാളികൾക്ക് കൂലി നൽകാനോ നൂലും പാവും അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനോ സംഘങ്ങൾക്ക് കഴിയാതെയായി. ഇതോടെ നെയ്ത്തുകാരിൽ പലരും തൊഴിലുപേക്ഷിച്ച് മറ്റു ജോലികൾ തേടിപ്പോയി. ഒരു പാരമ്പര്യ തൊഴിൽ മേഖലയെ ഇല്ലാതാക്കിയതിന് പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് തൊഴിലാളികൾ വേദനയോടെ പറയുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തിരിച്ചുപിടിക്കാനായി നെയ്ത്തുകാർ അവസാന പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു മറുപടി പോലും ലഭിക്കാതെ ആ പരാതി ഫയലിൽ ഒതുങ്ങി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനുള്ള വേദിയെന്ന് കൊട്ടിഘോഷിച്ച നവകേരള സദസ്സ് പ്രഹസനം മാത്രമായിരുന്നുവെന്ന് സൊസൈറ്റി സെക്രട്ടറിമാർ പറയുന്നു. കേരളത്തിലുള്ള പ്രാഥമിക കൈത്തറി സംഘങ്ങൾ ഈ ഉത്സവ സമയങ്ങളിൽ റിബേറ്റ് കൊടുത്ത ഇനത്തിൽ സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശികകൾ ഈ ചെറിയ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് നിരസിക്കാതെ അതെല്ലാം പുനഃപരിശോധിച്ച് എത്രയും വേഗം ആ റിബേറ്റ് സംഖ്യ സംഘങ്ങൾക്ക് കൊടുക്കുകയും അതുപോലെ ഈ അപേക്ഷിതാപരമായ ഹാൻഡെക്സ് നമ്മുടെ പ്രാഥമിക കൈത്തറി സംഘങ്ങൾ ജൗളി കൊടുത്ത വകയിൽ കൊടുക്കുവാനുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 40 കോടി രൂപയാണ് ഹാൻഡെക്സ് നമ്മുടെ കേരളത്തിലെ കൈത്തറി സംഘങ്ങൾക്ക് നൽകേണ്ടത്. ോളമായി ഇവരുടെ സ്റ്റാഫിൻ്റെ സാലറികൾ കൊടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അതായത് നെയ്ത്തുകാർക്ക് തന്നെ കൂലി കൊടുക്കാനോ അവരുടെ അസംസ്കൃത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. പക്ഷെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഇവിടുത്തെ 3 നെയ്ത്ത് സ്റ്റാഫുകൾ, അതായത് ജീവനക്കാർ, അവർ ഒരു വർഷത്തോളമായി അവർ ശമ്പളം ഇല്ലാതെ തന്നെ സേവന മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചവരാണ്. സാമ്പത്തികം വന്നാൽ തന്നെ നെയ്ത്തുകാർക്ക്, അതായത് അവരുടെ കൂലി കൃത്യമായി കൊടുത്താൽ തന്നെ മറ്റ് കൂലിനെ അപേക്ഷിച്ച് കുറഞ്ഞാണെങ്കിലും ഈ തൊഴിലാളികൾ നെയ്ത്ത് പ്രവൃത്തിയെടുക്കാൻ സന്നദ്ധമാകും. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന റിബേറ്റ് സംഖ്യ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക, ഹാൻഡ്സിൽ നിന്ന് കൊടുത്ത തുണി കൊടുത്ത വകയിൽ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുറച്ചു കാലം കൂടെ ഈ തൊഴിൽ അന്യം നിന്ന് പോകാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. കൈത്തറിക്ക് പേരുകേട്ട ഗ്രാമമെന്ന് ഔദ്യോഗികമായി അറിയപ്പെടുമ്പോഴും കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കുത്താമ്പുള്ളിയിലെ 3 സംഘങ്ങളും പൂർണ്ണമായി അടച്ചുപൂട്ടും. ഒരു ജനതയുടെ പാരമ്പര്യവും അതിജീവനവും തകർക്കുന്ന അധികാരികൾക്കെതിരെ രോക്ഷം പടരുകയാണ്. TCV ന്യൂസ്, തിരുവല്ലോമല. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വീണ്ടും വാർത്തകളിലേക്ക്. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് കത്തി നശിച്ചു. പുത്തൻചിറ മങ്കടി ജംഗ്ഷനിലെ PCK പെട്രോൾ പമ്പിനോട് ചേർന്നാണ് സംഭവം. പമ്പിന്റെ ഓഫീസിനോട് ചേർന്നുള്ള മുറിയിലേക്ക് തീ പടർന്നെങ്കിലും പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. സുഹൈൽ എന്ന ബസ്സിനാണ് തീപിടിച്ചത്. പിണ്ടാണി സ്വദേശി ജിതിൻ സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് ബസ്സിന് തീപിടിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അപകട സമയത്ത് 6 ബസ്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണം. വളർത്തുനായയ്ക്ക് പരിക്കേറ്റു. വെറ്റിലപ്പാറ 15-ലെ കോയിക്കര സിജോയുടെ വീട്ടിലായിരുന്നു ചൊവ്വാഴ്ച രാത്രി പുലിയെത്തിയത്. സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയാണ് ആക്രമിച്ചത്. ബഹളം കേട്ട് വീട്ടുകാർ ജനൽ തുറന്ന് നോക്കിയപ്പോൾ നായയെ ആക്രമിക്കുന്ന പുലിയെയാണ് കണ്ടത്. ഒച്ച വെച്ചതോടെ പുലി ഓടിപ്പോവുകയായിരുന്നു. നായയുടെ കഴുത്തിന് കടിയേറ്റിട്ടുണ്ട്. വിവരമറിഞ്ഞ് കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെന്മണിക്കര ചിറ്റിശ്ശേരിയിൽ കിണറ്റിൽ വീണ് വയോധിക മരിച്ചു. ചിറ്റിശ്ശേരി കണ്ണമ്പുഴ വീട്ടിൽ പരേതനായ ഈനാശുവിന്റെ ഭാര്യ 68 വയസ്സുള്ള സിസിലിയാണ് മരിച്ചത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്.
ഇരിങ്ങാലക്കുടയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ABVP പ്രവർത്തകർ മാർച്ച് നടത്തി. ഇരിങ്ങാലക്കുട സർവകലാശാലാ ഭരണത്തിൽ സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടൽ അവസാനിപ്പിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആൽത്തറയിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അശ്വതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി യദു കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. എസ് അക്ഷയ്, അനയ് കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. റോഡിൽ കുത്തിയിരിപ്പ് നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം. 1 പവൻ സ്വർണ്ണത്താലിയും ഭണ്ണാരങ്ങളും കവർന്നു. കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ശ്രീകോവിൽ കുത്തി തുറന്ന് 2 ദേവിമാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 1 പവന്റെ 2 സ്വർണ്ണത്താലിയും ഓഫീസ് മുറി കുത്തി തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 ചെറിയ ഭണ്ണാരങ്ങളും കവർന്നു. തിടപ്പള്ളിയും സ്റ്റോർ റൂമും കുത്തി തുറന്ന നിലയിലാണ്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നാടകപ്രവർത്തകൻ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്വയംപ്രഭ എന്ന പേരിൽ നാടക ട്രൂപ്പ് രൂപീകരിച്ച് അദ്ദേഹം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തു. 2020 സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചിരുന്നു. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 14 വർഷം കഠിന തടവും 55,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കാട്ടകാമ്പൽ ചിറക്കൽ സ്വദേശി പയ്യുവളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. സാധനങ്ങൾ വാങ്ങാൻ ചെന്ന പെൺകുട്ടിക്ക് നേരെ കടയിലുണ്ടായിരുന്ന പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയും സ്കൂളിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പെൺകുട്ടി കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കുന്നംകുളം പോലീസ് ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയ് കോടതിയിൽ ഹാജരായി. ചാഴൂർ പഞ്ചായത്തിലെ ചിറക്കൽ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. CC മുകുന്ദൻ MLA ആണ് റോഡ് തുറന്നുകൊടുത്തത്. ശോചനീയാവസ്ഥയിലായിരുന്ന പാലം 90 ദിവസം മുഴുവനായി ഗതാഗത സൗകര്യമില്ലാതെ അടച്ചിട്ടാണ് നിർമ്മിച്ചത്. 5.3 കോടി രൂപയാണ് ആകെ നിർമ്മാണ ചെലവ്. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നിർമ്മാണം പൂർത്തിയായ ഉടനെ പാലം തുറന്നതെന്നും പാലത്തിന് മുകളിൽ കോൺക്രീറ്റ് ടൈലിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും MLA പറഞ്ഞു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ചിറക്കൽ ജുമാ മസ്ജിദ് ഖത്തീബ് നൂർദ്ദീൻ സഖാഫി, ചിറക്കൽ സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ജിൻഡോ പെരേപ്പാടൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ബസ്സുടമ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. മഴ കനത്ത് പെയ്യുമ്പോൾ തകർന്നു വീഴാറായ വീട്ടിൽ ഭയത്തോടെ കഴിയുകയാണ് വയോധികരായ സഹോദരിമാർ. വെള്ളറക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്യായനിയുമാണ് അധികൃതരുടെ അവഗണനയിൽ ദുരിതം പേറി കഴിയുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് 75 വയസ്സുള്ള ഓമനയും 68 വയസ്സുള്ള കാർത്യായനിയും താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിൽ ഓമനയ്ക്ക് നടക്കാനും സ്വയം എഴുന്നേറ്റിരിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ്. 2 പേരും അവിവാഹിതരായതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ്. ഇവർ താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ തകർന്ന് നിലംപൊത്താറായ സ്ഥിതിയിലാണുള്ളത്. വീടിന്റെ അവസ്ഥ, അടുക്കള പൊട്ടി, പിന്നെ കിഴക്കേ ഭാഗം ആ സൈഡ് റൂം പൊട്ടി, അവിടെ ഓടൊക്കെ വീണു. ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെയായി. മേൽപ്പുരൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഓടൊക്കെ വീണു. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച് ഓടുമേഞ്ഞ വീട് 10 വർഷമായി വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ചുമരുകൾ പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടിയിട്ടുണ്ട്. മേൽക്കൂരയുടെ ഉത്തരവും കഴുക്കോലുകളും പൊട്ടിയ നിലയിലാണ്. ഓടുകൾ പൊട്ടിയതിനാൽ ടാർപോളിൻ ഉപയോഗിച്ച് മേൽക്കൂര മൂടിയാണ് ചോർച്ച തടയുന്നത്. വാർഡംഗം രമണി രാജനോടും ഗ്രാമസഭയിലും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വീട് പുനർനിർമ്മാണത്തിന് പരിഗണിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. എന്റെ വീട് വീണുന്ന് രമണിയോട് വിളിച്ച് പറഞ്ഞപ്പോ രമണി ഞാൻ ആശ്രയയില് കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ ആശ്രയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ്രയയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവള് വന്ന് നോക്കിയിട്ടുമില്ല, പിന്നെ വിളിച്ച് ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവള് പറയണത്. ഇപ്പൊ വീടാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണില്ലേ. പിന്നെ ഞാൻ നവകേരളയിൽ കൊടുത്തിട്ട് അവര് പറഞ്ഞു
വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ട് അവർ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. എന്നിട്ട് ഗ്രാമസേവനെ കണ്ടപ്പോൾ ഗ്രാമസേവൻ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് അവരും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ താമസയോഗ്യമായ വീടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നിരസിക്കുന്നു എന്നാണ് പിന്നീട് മറുപടി ലഭിച്ചത്. വീട് കാണാതെയാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത്. ഒരു ദുരിതത്തിനായി കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ കുടിവെള്ള പദ്ധതിയുടെ ഫ്യൂസ് സാമൂഹ്യ വിരുദ്ധർ ഊരിക്കൊണ്ടുപോയി. തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിനോട് ചേർന്നുള്ള മോട്ടോർ പുരയിലെ മീറ്റർ ബോർഡിലെ ഫ്യൂസുകളാണ് സാമൂഹ്യ വിരുദ്ധർ ഊരിക്കൊണ്ടുപോയത്. ഇതേ തുടർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ജലനിധി കുടിവെള്ള പദ്ധതിയിൽ ഗുണഭോക്താക്കളായി 50ഓളം കുടുംബങ്ങളുണ്ട്. വാർഡ് മെമ്പർ MC ഐജു, പദ്ധതി സെക്രട്ടറി MP ജേക്കബ് എന്നിവർ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി പാറപ്പുറം ശുദ്ധജല പദ്ധതിയുടെ മോട്ടറിൻ്റെ കണക്ഷൻ്റെ 2 പീസ് ഊരി കൊണ്ടുപോയി സാമൂഹ്യ വിരുദ്ധർ. അതുകൊണ്ട് വെള്ളമടിക്കാൻ പറ്റുന്നില്ല. 40ഓളം വരുന്ന ആളുകളാണ് ഈ കുടിവെള്ളത്തിന്റെ ഗുണഭോക്താക്കള്. അവരിപ്പോ ഇന്ന് തൊട്ടിട്ട് വെള്ളം കിട്ടാത്തൊരവസ്ഥയിലാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. CA അന്വേഷിക്കാം, ഉചിതമായ നടപടി സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേ ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഫീസുകൾ ഊരി കളയുക, ഇത് തീർച്ചയായും ജനദ്രോഹപരമായ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണം. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മയുടെ ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരത്തിന് വാദ്യകലാകാരൻ പനമണ്ണ മനോഹരനെ തെരഞ്ഞെടുത്തു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 17 നടക്കുന്ന ചിങ്ങ മഹോത്സവത്തിൽ സമ്മാനിക്കും. ഭാരവാഹികളായ KT ശിവരാമൻ നായർ, രവി ചങ്കത്ത്, അനിൽ കല്ലാട്ട്, ബാലൻ വാർനാട്ട്, ഗുരുവായൂർ ജയപ്രകാശ്, ശ്രീധരൻ മാമ്പുഴ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ 37 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. 1,25,000 രൂപ പിഴയടയ്ക്കാനും കോടതി ഉത്തരവായി. വാടാനപ്പള്ളി ബീച്ച് സ്വദേശി തറയിൽ വീട്ടിൽ ബിനീഷിനെയാണ് ശിക്ഷിച്ചത്. കുന്നംകുളം പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S ലിഷയാണ് ശിക്ഷ വിധിച്ചത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. വേലൂപ്പാടം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് കൊടിയേറ്റം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഷെബിൻ പനക്കൽ, കൈക്കാരന്മാരായ പോൾ മഞ്ഞളി, മനോജ് കോഴിക്കുന്നൽ, രാജു മൊയ്ലൻ, റോബി കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 15-നാണ് ഊട്ടുതിരുനാൾ. ഗുരുവായൂരിൽ +1 വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. താമരയൂർ ഹരിദാസ് നഗറിൽ വൈശ്യം വീട്ടിൽ നൌഷാദിന്റെ മകൻ ഷഹീനാണ് മരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കാട്ടകാമ്പൽ പഞ്ചായത്ത് പകൽ വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻഡോ റനിയുടെ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർ പ്രമീള രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന CBSE കബഡി ടൂർണമെന്റിന്റെ ഭാഗമായി കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലെ സ്കൂളുകളുടെ ക്ലസ്റ്റർ X മത്സരങ്ങൾക്ക് തുടക്കമായി. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു.
പാടൂക്കാട് കോഓപ്പറേറ്റീവ് പബ്ലിക് ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിൽ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ പ്രസിഡന്റ് സജീവൻ TS അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ കോർപ്പറേഷൻ നഗരവികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്യാമള മുരളി, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സാദിഖ് അലി, സ്കൂൾ അഡ്വൈസറി ബോർഡ് മെമ്പർ K സന്തോഷ് കുമാർ, CBSE സിറ്റി കോർഡിനേറ്റർ ദിനേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 500 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മത്സരങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അമ്പലപ്പാറ പാലേക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ അന്നദാനം നടന്നു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രാജഗോപാലൻ, ഖജാൻജി PV സുന്ദരേശൻ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പ്രാവ് അൻസാർ വിമൻസ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടന്നു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ J ഫരിദ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, അൻസാർ ട്രസ്റ്റ് വൈസ് ചെയർമാൻ KV മുഹമ്മദ്, സെക്രട്ടറി EA കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. സാധിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ്. കടങ്ങോട് പാരിക്കുന്നിൽ താമസിക്കുന്ന വയോധികരായ സഹോദരിമാർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് നൽകുന്നതിൽ താൻ അവഗണന കാണിച്ചുവെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാർഡ് മെമ്പർ രമണി രാജൻ പറഞ്ഞു. ആദ്യ തവണ ലൈഫിൽ വീട് നൽകാൻ താൻ മുൻകൈയെടുത്ത് അപേക്ഷ നൽകിയെങ്കിലും സ്ഥലം ഇവരുടെ പേരിലായിരുന്നില്ല. തറവാട് വീടായതിനാൽ സഹോദരന്മാർ ഉൾപ്പെടെ സ്ഥലത്തിന് നിരവധി അവകാശികളുണ്ടായിരുന്നു. 3 സെന്റ് സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ലൈഫിൽ പരിഗണിക്കാതിരുന്നത്. ഇപ്പോൾ സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റിയതിനാൽ ലൈഫിൽ പരിഗണിക്കാൻ ആവശ്യമായ നടപടികൾ എടുത്തിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ അറിയിച്ചു. ഇവരുടെ പേരിലേക്ക് ഒരു 3 സെന്റ് സ്ഥലമെങ്കിലും ആക്കണം എന്ന നിർദ്ദേശം അതൊന്നും നടന്നില്ല. ഇപ്പൊ ഈ അടുത്തിടെയാണ് അവരിപ്പോ അതൊക്കെ മാറ്റം വരുത്തിയിട്ട് അവരുടെ പേരിലേക്ക് 3 സെന്റ് സ്ഥലം കിട്ടി എന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പൊ അടുത്തിടെയാണ്. എങ്കിലും നമ്മൾ ലൈഫ് പദ്ധതിയിൽ അവർക്ക് വീട് കിട്ടണമെന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ കൊണ്ട് വീണ്ടും അപേക്ഷ വെപ്പിക്കുകയും അതിന് അന്വേഷണം വരികയും അന്വേഷണ ഉദ്യോഗസ്ഥൻ അവർക്ക് അനുകൂലമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തത് മൂലം തന്നെ അവരുടെ വീടിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മളിപ്പോ ഈ അടുത്തിടെ അവർക്ക് വീട് റിപ്പയർ പാസ്സാക്കി. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് നോട്ടീസിൽ വെച്ചെങ്കിലും അദ്ദേഹത്തെ പരിപാടിക്ക് ക്ഷണിച്ചില്ലെന്നാരോപിച്ച് BJP ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ചയാണ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി ഒരുമനിയൂർ പഞ്ചായത്തിലെ ഒറ്റത്തെങ്ങ് നഗർ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സുരേഷ് ഗോപിയെ ക്ഷണിക്കാതെ നോട്ടീസിൽ പേര് വെച്ചുവെന്നാണ് ആരോപണം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം BJP ജനറൽ സെക്രട്ടറി പ്രതീഷ് ഐനിപ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ അധ്യക്ഷത വഹിച്ചു. സിന്ധു അശോകൻ, ഗണേഷ് ശിവജി, വിനോദ് പണിക്കശ്ശേരി, വിനീത് കുറുപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. അന്നകര ചിറക്കൽ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന കടാംതോട് പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് മാക്സ് ഡ്രീം ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, സ്ഥലം MLA, MP എന്നിവർക്ക് സംഘടന നിവേദനം സമർപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനെ നേരിൽ കണ്ട് ഭാരവാഹികൾ പാലത്തിന്റെ അപകടാവസ്ഥ ബോധിപ്പിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ സുജിത് ഐനിപ്പുള്ളി, രജീഷ് മരുതയൂർ, മാളവിക ഷെൽജി, അതുല്യ S നായർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കും ആദിവാസികൾക്കുമെതിരെ BJP സർക്കാർ എടുത്ത കള്ളക്കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ KS അശോകൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഹുസൈൻ ബാക്കഫി, ഉഷ പരമേശ്വരൻ, പോളി ഡേവിസ്, VJ ജോജി, TP ജോണി, പോൾ പുല്ലൻ, ജോസ് J പൈനാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ വെസ്റ്റിൽ നിർമ്മാണം പൂർത്തീകരിച്ച കലാസാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ആവണങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം നിർവഹിക്കും. സമിതി പ്രസിഡന്റ് CK രാജൻ, വൈസ് പ്രസിഡന്റ് സജിത് പണ്ടാരിക്കൽ, സെക്രട്ടറി PA ദേവിദാസ്, ജോയിന്റ് സെക്രട്ടറി NN ജോഷി, ട്രഷറർ അശോകൻ കാരണത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തിരുവല്ലോമല വെങ്കിച്ചൻ സ്വാമി പഠന കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2025 വെങ്കിച്ചൻ പുരസ്കാരത്തിന് കലാമണ്ഡലം കുട്ടിനാരായണൻ അർഹനായി. മട്ടന്നൂർ ശിവരാമൻ, തിരുവല്ലോമല അപ്പുക്കുട്ടൻ, മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി, പരക്കാട്ട് മഹേന്ദ്രൻ എന്നിവരെയും വിവിധ പുരസ്കാരങ്ങൾക്കായി തെരഞ്ഞെടുത്തു. പഠനകേന്ദ്രം രക്ഷാധികാരി തിരുവല്ലോമല ഹരിഗോവിന്ദൻ, സെക്രട്ടറി എസ് രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് തിരുവല്ലോമല ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ പഞ്ചായത്തിൽ അങ്കണവാടി വർക്കർമാരെ തെരഞ്ഞെടുക്കുന്നതിനെ പുറത്തിറക്കിയ റാങ്ക് പട്ടിക പ്രഹസനമെന്ന് CPM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ 85 പേരുടെ റാങ്ക് പട്ടികയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM രമ്യയാണ് ഒന്നാമത്. നിലവിലെ CDS ചെയർപേഴ്സണായ രശ്മി സുന്ദറിനെയാണ് 5ാം റാങ്കിൽ ഉൾപ്പെടുത്തിയത്. ഇന്റർവ്യൂ ബോർഡ് അംഗമായ CDS വൈസ് ചെയർപേഴ്സൺ ഗീതയുടെ മകൾ റാങ്ക് പട്ടികയിലെ 6ാം സ്ഥാനക്കാരിയാണെന്നും ജില്ലാ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ PA ബാബു പറഞ്ഞു. ഈ പഞ്ചായത്തിനെതിരെയുള്ള സമരത്തിന്റെ വേലൂർ പഞ്ചായത്തിന്റെ ആധുനിക രീതിയിലുള്ള പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. AC മൊയ്തീൻ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച 95 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും വിവിധ ഘട്ടങ്ങളിലെ വകയിരുത്തിയ ഫണ്ടും ഉൾപ്പെടെ 4 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിലുള്ള ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. ശ്രീ AC മൊയ്തീൻ അവരോട് ഇത്തരത്തിലുള്ള ഒരു ഓഫീസ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം 1 കോടി രൂപ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും അതിന്റെ ഭാഗമായി നമ്മളൊരു നല്ല രീതിയിൽ പ്ലാനൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ തേജസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആർക്കിടെക്ടൽ വിഭാഗത്തിന്റെ സാങ്കേതിക സഹായത്തോടു കൂടി ഒരു കെട്ടിടത്തിന്റെ രൂപകൽപ്പന ചെയ്ത് നമ്മുടെ LSTD വിഭാഗത്തിന്റെയും കൂടി സാങ്കേതിക പരിശോധനകളൊക്കെ പൂർത്തീകരിച്ച് ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനാവും. K രാധാകൃഷ്ണൻ MP ലൈഫ് വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കും. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി TP സിന്ധു, സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാർ, മെമ്പർമാരായ ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, ശുഭ അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. പുതുക്കാട് റെയിൽവേ ഗേറ്റ് വാഹനമിടിച്ച് തകരാറിലായി. പുതുക്കാട് നിന്ന് പാഴായി ഭാഗത്തേക്ക് പോയ വാഹനമാണ് ഗേറ്റിലിടിച്ചത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിനിടയാക്കിയ വാഹനം നിർത്താതെ പോയി. ഗേറ്റ് തകരാറിലായതോടെ പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനി 29 വയസ്സുള്ള സായയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ, മതിലകം, മാള, ഇരിങ്ങാലക്കുട, കാട്ടൂർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളായി വിസ തട്ടിപ്പ് നടത്തിയതിന് സായയുടെ പേരിൽ 9 കേസുകൾ നിലവിലുണ്ട്. ഇനി നോക്കാം വാണിജ്യം. ലോകത്തിലെ മുൻനിര ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡഡ് കമ്പനികളിലൊന്നായ സിവാമയുടെ തൃശൂരിലെ 2ാമത്തെ ഔട്ട്ലെറ്റ് കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. റിലയൻസ് ഗ്രൂപ്പിന്റെ മറ്റൊരു സംരംഭമാണ് സിവാമി. തൃശൂർ ഹൈലൈറ്റ് മാളിലെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച സിവാമിയുടെ പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം സ്റ്റാർ PVC പൈപ്പ് MD ലിഷ ബോബി നിർവഹിച്ചു. സിവാമി CEO ലാവണ്യ പച്ചീസിയ, സിവാമി ഫ്രാഞ്ചൈസി ഉടമ കാമാക്ഷി രാംകുമാർ, കുടുംബാംഗങ്ങൾ, സിവാമി കമ്പനി പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധതരം ലേഡീസ് ഇന്നർ വയറുകൾ, ലോങ് വെയറുകൾ, ഷേപ്പ് വെയറുകൾ, വയേർഡ് ആൻഡ് നോൺ വയേർഡ് തുടങ്ങി ലേഡീസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9633367890. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് 4 ആഴ്ചത്തേക്കാണ് ടോൾ പിരിവ് നിർത്തിവെച്ചത്. ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാർ. ഹൈക്കോടതി ഉത്തരവ് സ്വാഗതം ചെയ്ത് യാത്രക്കാർ. കോടാലി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് പൂർണ്ണമായി നിലം പൊത്തി. ഒഴിവായത് വൻ ദുരന്തം. അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ.
ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെ ഗജരാജൻ കേശവന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് വീണ്ടും രൂപമാറ്റം വരുത്തുന്നു. 3 വർഷം മുൻപ് പുതുക്കി നിർമ്മിച്ച ശില്പത്തിന് കേശവന്റെ രൂപസാദൃശ്യമില്ലെന്ന പരാതിയെ തുടർന്നാണ് പുനർനിർമ്മാണം. കുത്താമ്പുള്ളി എരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിൽ. അധികാരികളുടെ അവഗണനയിൽ പാരമ്പര്യ വ്യവസായമായ നെയ്ത്ത് തകർച്ചയുടെ വക്കിൽ. നെയ്ത്തുകാരുടെ ജീവിതം ദുരിതത്തിൽ. മാള പുത്തൻചെറിയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് കത്തിനശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണം. വീട്ടിലെ സിറ്റൌട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെ പുലി ആക്രമിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.